കോച്ചിങ്ങിന് പോവാത്തത് കൊണ്ടായിരുന്നില്ല ആ കുട്ടിക്ക് സ്കോർ ഇംപ്രൂവ് ചെയ്യാൻ കഴിയാത്തത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആൻസർ ചെയ്യാൻ പറഞ്ഞാൽ ആ കുട്ടി ആൻസർ ചെയ്യും, യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ എൻട്രൻസ് എക്സാമിനേഷന് പോയി പെർഫോം ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആ കുട്ടിക്ക് ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടായിരുന്നു, പാരന്റ്സിനും കൗൺസിലിംഗിന്റെ ആവശ്യമുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. എന്തായാലും പാരന്റ്സും വിദ്യാർത്ഥിയൊക്കെ വളരെ സന്തോഷത്തിലാണ്. ഇത്തവണത്തെ റിസൾട്ടിനെ അഭിമുഖീകരിക്കാൻ അവർ പൂർണ്ണമായിട്ടും സജ്ജമാണ്. ഇത്തവണത്തെ റിസൾട്ട് 19,000 കെയിലാണ് വരുന്നത് എങ്കിൽ കൂടി അതിൽ നിന്ന് മികച്ച ഒരു കോളേജ് കോഴ്സൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എഞ്ചിനീയറിംഗ് അല്ലാതെ ആ കുട്ടിക്ക് താല്പര്യമുള്ള മറ്റു ചില മേഖലകൾ കൂടിയുണ്ട്. ആ മേഖലകളിലെ കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ കൂടി ഇപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും പാരന്റ്സും വിദ്യാർത്ഥിയും വളരെ സന്തോഷത്തോടെയാണ്